നിങ്ങൾ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം. കുട്ടിയെ അനാഥാലയത്തിലാക്കാനും ദത്ത് നൽകാനും ചില നിയമപ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ ഓർക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഈ അമേരിക്കക്കാര് പെട്ടെന്ന് സ്വഭാവം മാറുന്നവരാ. ഇന്ന് പിണങ്ങും, നാളെ ഇണങ്ങും. ഇനി ഇതിന്റെ തന്തയും തള്ളയും പിണക്കം മാറി ഒരാഴ്ചയോ 2 ആഴ്ചയോ കഴിഞ്ഞ് കുഞ്ഞിനെ കൊണ്ടുപോകാൻ വന്നാ നിങ്ങൾക്ക് നിങ്ങളുടെ 5 ലക്ഷം കിട്ടില്ലേ? പക്ഷേ ഇനി അവര് വരികയാണെങ്കിൽ 15 ലക്ഷം കിട്ടാതെ ഞാൻ ഇതിനെ കൊടുക്കില്ല. 15? കൊടുക്കരുത്. 15 കിട്ടാതെ കൊടുക്കരുത്. ഇപ്പൊ ഇതിനെ എടുത്തോണ്ട് പോയിക്കൊള്ളൂ. കുഞ്ഞാവേ നീ കളിക്ക. ஜானகி வந்த விவரம் எதுவுமே சொல்லல. நேத்துக்கு நைட்டு தான் பிளான் பண்ணது. செல்ல குட்டி கண்ணு அப்படியே அம்மா மாதிரி. ஆனா மூக்கு அப்பா மாதிரியே இருக்கு. ஆமா ஆமா, അത് ശരിയാ. ദൈവങ്ങൾക്ക് ഏത് രൂപത്തിൽ വേണമെങ്കിൽ വരാലോ. ഈ ലോൺ പാസ്സായ വിവരം മാനേജറോട് പറഞ്ഞപ്പോ ഇതൊരു സ്വപ്നമായിരിക്കുന്ന ആദ്യം ഞാൻ കരുതിയത്. ഹോ, ഈ സന്തോഷം കൊണ്ട് എന്താ പറയാ, ഇടിവെട്ടിവനെ പാമ്പ് പിടിച്ചെന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയായി പോയി. എന്തായാലും നമ്മുടെ സമയം തെളിയാൻ പോവാ. ഇനി നമുക്കൊന്ന് തകർക്കണം രഞ്ജേട്ടാ. പക്ഷേ ചേട്ടൻ പറഞ്ഞ ആ പഴഞ്ചൊല്ലുണ്ടല്ലോ, അതത്ര ശരിയായില്ല. ഇങ്ങനെയുള്ള സിറ്റുവേഷനില് മോങ്ങാനിരുന്ന നായയുടെ തലയിൽ തേങ്ങ വീണു എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ശരിയാവും. അല്ല, അങ്ങനെ പറയാം. ഇത്തരം സന്ദർഭങ്ങളിൽ ഇംഗ്ലീഷിലും ചില ചൊല്ലുകളുണ്ട്. വാട്ട് എവർ ഹാപ്പൻസ് ഷുഡ് ഹാവ് ബീൻ ദ അല്ലല്ല ഷുഡ് ഹാവ് ബീൻ ദ ഹാപ്പനിങ് അല്ല ഹാപ്പൻ. അയ്യോ, അത് ആരോ വിളിക്കുന്നുണ്ട്. യെസ്, കം ഇൻ. എവിടെ ആളെവിടെ? ആര്? നല്ല പാറ്, നല്ല അംശமான കുളത്തിൽ. ഓക്കെ വാ. ഓക്കെ, കൊഞ്ചം വെളിയിൽ ഞാൻ അങ്ങോട്ട്. എന്താ എന്താ പപ്പേട്ടാ? ഇതേ വിജയിന്റെ പടത്തിലെ ആൾക്കാരാ. പടത്തിൽ വിജയിനെ പ്രസവിച്ച് കൊണ്ടുവരുന്ന ഒരു സീനുണ്ട്. അതിനൊരു കുഞ്ഞിനെ വേണം. ഇവൻ അവർക്ക് ഓക്കെ. ഇത്ര ഉള്ളോ? മനുഷ്യനെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. എന്തിന്? അപ്പൊ പപ്പേട്ടാ വിജയുമായി കോമ്പിനേഷൻ സീൻ ഉണ്ടാവും. എന്ത് മണ്ടത്തരടി പറയുന്നത്? ഈ കുഞ്ഞ് വലുതായിട്ട് വേണ്ട വിജയാവാൻ. ഞാനതോ എന്നാ ഞാൻ അവരോട് സംസാരിച്ചോട്ടെ. അല്ല, ഓക്കെ അവർ அந்த மாதிரி സിനിമ ഇൻട്രസ്റ്റ് എടുക്കുന്ന ടീമല്ലേ. ഞാൻ ഒരുവിധം പേശി മുടിച്ചാച്ചി 50,000 ഓക്കെ. ഒരു 25,000 അഡ്വാൻസ് എടുക്ക്. മീതി ലൊക്കേഷനില്. എന്റെ കമ്മീഷൻ വേറെ കേട്ടോ. ശരി ശരി. ഇതാ, ഇത് ഐശ്വര്യമായിട്ട് പിടിച്ചാട്ടെ. 25,000 അഡ്വാൻസ്, ബാക്കി 25,000 ലൊക്കേഷനില്. സാർ, കുഴന്ത പേര് 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 ഇതുവരെ ഇട്ടിട്ടില്ല. പക്ഷെ ഭാഗ്യനാഥൻ എന്നൊരു പേരിടാൻ ആലോചിക്കുന്നുണ്ടല്ലേ? അതെ, പക്ഷെ വീട്ടില് ലക്കി എന്ന് വിളിക്കും. ഇവൻ വെറും ലക്കി അല്ല, ലക്കി സ്റ്റാറാ. ലക്കി സ്റ്റാർ. ആണോടാ മോനെ? മോന് അമ്മ പാല് തരാട്ടോ. ഓ പാടാ ലക്കി വാവേ. ഇതെവിടെ വെച്ചു? മേഘ, 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 നീ എന്റെ ഫോൺ കണ്ടോ? ഇല്ല. ആ ഫ്രിഡ്ജിൽ എങ്ങാനും ഉണ്ടോ നോക്കിയോ? ഫ്രിഡ്ജിലാണോ ഫോൺ കൊണ്ടുവയ്ക്കണേ? അല്ല, ആ ചെക്കൻ അതെടുത്ത് എവിടെ വയ്ക്കുന്നെന്ന് അറിയില്ലല്ലോ. ഞാനൊന്ന് നോക്കിയിട്ട് വരാം. കാതലെ തേടി പോകും മുടിയാതെ അതുവാ നടക്കണം. നമ്മളെ പോട്ടിട്ടാക്കണം. തലകീഴ പോട്ടി തിരിപ്പണം. எப்பவுமே கூட இருக்கணும். அதுதான் ரூலா. ஹே காட் இட். ஹே கௌரவ், சிம்பு அப்பா மாதிரி இல்லை, சிம்பு மாதிரி பண்ணு. சி കാതിലെ തേടി പോക മുടിയാതെ അതുവാ നടക്കണം. നമ്മളെ പോട്ടി താക്കണം. മതി മതി, അമ്മയുടെ ഫോൺ എടുത്താ നിന്റെ കളി. കളിയല്ല ചേച്ചി, എന്റെ സിനിമയുടെ ഷൂട്ടിങ്ങാ. മൊബൈൽ ഫോണിലാണോ സിനിമ ഷൂട്ട് ചെയ്യുന്നത്? ചേച്ചി, ഇത് ന്യൂ ജനറേഷൻ സിനിമയാ. നീ ഇനി അമ്മയുടെ ഫോൺ തൊട്ടാ നിന്റെ ടോയ്സ് എല്ലാം ഞാൻ എടുത്ത് ആക്രിക്കാർക്ക് കൊടുക്കും. നോയിക്കോ. എടാ ലക്കി, നീ വിഷമിക്കണ്ടടാ. ഇപ്പൊ എല്ലാ മണ്ടന്മാരും സിനിമ ഡയറക്ഷൻ ഇറങ്ങിയിരിക്കാം. നമുക്ക് വേറെ എന്തെങ്കിലും കളിക്കാം. വാ. അയ്യേ, എടാ ലക്കി, ഇങ്ങനെയാണോ നീ കളർ ചെയ്യണത്?
എലിഫന്റ് ബ്ലാക്ക് കളറിലെ കൊടുക്കേണ്ടത്. നീ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ പച്ച എലിഫന്റിനെ? ചുവന്ന കൊമ്പും ആകെ കുത്തി വരച്ച് നാശമാക്കി. അച്ഛാ, ഞാൻ കളർ ചെയ്തത് നോക്കിയേ, സൂപ്പർ ആയിട്ടില്ലേ? അസലായിട്ടുണ്ട്, ഗംഭീരം. ഞാൻ ജീനിയസ് അല്ലേ അച്ഛാ? പിന്നെ അല്ലാതെ. നമുക്കിത് ഏതെങ്കിലും ഒരു മാഗസിന്റെ കളറിംഗ് കോമ്പറ്റീഷൻ അയച്ചു കൊടുത്താലോ? അവര് സെലക്ട് ചെയ്ത വലിയ പ്രൈസ് കിട്ടും. ഗുഡ് ഐഡിയ. ആ മാഗസിൻ ഇറക്കുന്നവര് അത്ര വിവരമില്ലാത്തവരാവില്ല. വെറുതെ സ്റ്റാമ്പിന്റെ കാശ് കളയണ്ട അച്ഛാ. അതെ, അസൂയ കൊണ്ട് പറയുന്നതാ. മോൻ പോയി കംപ്ലീറ്റ് ചെയ്താ. ലക്കിയുടെ പ്രോഗ്രസ് റിപ്പോർട്ടാ. ഓ, BM++ ഒക്കെ അധികം. അവനെ പഠിപ്പില്ല യാതൊരു ഇൻട്രസ്റ്റും ഞാൻ കാണുന്നില്ല. എടീ, അവൻ IAS അല്ലല്ലോ പഠിക്കുന്നത്. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ പഠിപ്പ് നോക്കിയിട്ടേ നമ്മൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. അതെ, അവന്റെ ബുദ്ധി ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ, സ്വന്തം കാര്യം കാണാൻ എടുക്കണ്ടോ, ഇതൊക്കെയാണ് ഈ പ്രായത്തിൽ ശ്രദ്ധിക്കേണ്ടത്. അവനൊക്കെ വലിയ ക്ലാസ്സിലാവുമ്പോ Aയും A+ ഒക്കെ മേടിച്ചോളും. അല്ലടാ ലക്കി? ഓ, ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് പഠിപ്പ് മാത്രമുള്ള സ്കൂളിൽ പഠിക്കണ്ട, ചേച്ചിയുടെ സ്കൂളിൽ ചേർക്കണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഇവൻ എന്റെ സ്കൂളിൽ പഠിക്കുന്നത് എനിക്കും പേരുദോഷമാ. സ്കൂളിലെ ബെസ്റ്റ് സ്റ്റുഡന്റാ ഞാൻ. മിണ്ടാതിരുന്നേ, ഒരു പഠിപ്പിസ്റ്റ്. അച്ഛാ, നെക്സ്റ്റ് ഇയർ എന്നെ ഗവൺമെന്റ് സ്കൂളിൽ ഒന്ന് ചേർക്ക്. അവിടെ സ്വിമ്മിംഗ്, സ്കേറ്റിംഗ്, കരാട്ടെ ഒക്കെയുണ്ട്. Then I will get A+. ഓ, മൗണ്ട് കാർമൽ സ്കൂൾ. അത് തന്നെ. അഡ്മിഷൻ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാ. എന്നാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാലടി. രഞ്ജേട്ടന് അവനെങ്ങനെ വഷളാക്കണേ? അവന്റെ താളത്തിനൊത്ത് തുള്ളാതെ 2 അടി കൊടുത്ത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ A++ ഒക്കെ താനെ ഇങ്ങോട്ട് വന്നോളൂ. അതെ, നീ ആ 3 Idiots ഹിന്ദി പടം കണ്ടിട്ടുണ്ടോ? അതിനകത്ത് കുട്ടികൾ എങ്ങനെ അതെ, ഞാൻ രഞ്ജേട്ടന്റെ അത്ര ഇഡിയറ്റ് അല്ല. ആണ്. നീ പഴയ 10ാം ക്ലാസ്സും കുസ്തിയല്ലേ? രഞ്ജേട്ടനോ? 8ാം ക്ലാസ്സും കുസ്തി. ഹായ്. ഹായ്. ഗുഡ് മോർണിംഗ്. Hi Jan, you're late today? ഫേസ്ബുക്കിൽ എന്റെ ബർത്ത്ഡേ വിഷസിന് റിപ്ലൈ ചെയ്ത് നേരം പോയത് അറിഞ്ഞില്ല. യു നോ, I have 3,654 friends. സ്വന്തമായിട്ടൊരു ലൈക്ക് പേജ് തുടങ്ങിയാലോ എന്ന് ആലോചിക്കുക. Oh, it's your birthday today. Oh yeah. Many happy returns of the day, auntie. Auntie? No, Didi. Anyways, thanks da. Hey, we have a grand party in the evening. Everybody, come ma. Okay.